നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ മൂർച്ഛിക്കുകയാണ്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കവുമായി ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക്. ഓരോ നിമിഷവും കഴിയും തോറും സംഘർഷത്തിന്റെ ഭീകരത കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് വെടിനിർത്തലിനായി 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ വലിച്ചു കീറിയെറിഞ്ഞു. തങ്ങൾ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം, അതാണ് ഇറാന്റെ നിലപാട്. ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് ആരംഭിച്ച സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വെച്ച 15 കർമ്മ പദ്ധതിയാണ് ഇറാൻ സർക്കാർ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞത്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് പകരമായി 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനുമേൽ ഇറാന്റെ പൂർണ്ണ പരമാധികാരം അംഗീകരിക്കുക എന്നതടക്കമുള്ള ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉടനടി അവസാനിപ്പിക്കുക, ഭാവിയിൽ ഇറാനു നേരെ യുദ്ധമുണ്ടാകില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകുക, യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ഇറാന്റെ മറ്റു പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തങ്ങളുടെ സായുധ പ്രതിരോധ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള നീക്കങ്ങളും അമേരിക്ക നിർത്തലാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാൻ ഈ പദ്ധതി പൂർണ്ണമായും തള്ളിയിട്ടില്ല എന്നും വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വെടിനിർത്തലിനുള്ള നിബന്ധനകൾ ഇറക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയാണ് ഇറാൻ നൽകിയത്. എന്തായാലും വെടിനിർത്തൽ നടത്തണമെങ്കിൽ പശ്ചിമേഷ്യയിൽ യുഎസിലെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധത്തിലും ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടക്കാൻ വിദേശ കപ്പലുകൾ ഇറാന് ട്രാൻസിറ്റ് ചാർജ് നൽകണമെന്നാണ് ഇറാന്റെ മറ്റൊരു തീരുമാനം. തന്ത്രപ്രധാനമായ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുമെന്നാണ് നിബന്ധന. അതേസമയം അമേരിക്കയുടെ 15 പദ്ധതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിർദ്ദേശങ്ങളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം നീക്കം ചെയ്യുക, ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ തടയിടുക, സായുധ സംഘങ്ങളുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുക തുടങ്ങിയ നിബന്ധനകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പദ്ധതികളുടെ ഉള്ളടക്കം ഇസ്രായേലിന് മുൻകൂട്ടി ലഭ്യമായിരുന്നു. സമാധാന ചർച്ചകളെ കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ഓഹരി വിപണിയിൽ ഉണരുകയും ചെയ്തു. സമാധാന ചർച്ചകൾക്കുള്ള ആഹ്വാനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുമ്പോഴും ഇറാനും ഇസ്രായേൽ US സഖ്യവും തമ്മിലുള്ള സംഘർഷം 27-ാം ദിവസവും അയവില്ലാതെ തുടരുകയാണ്. സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തുടരുകയാണെന്നും തെക്കൻ ടെഹ്റാനിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ഏറ്റവും പുതിയ മിസൈൽ തടഞ്ഞുവെന്നും ആളപായമില്ല എന്നും ഇസ്രായേൽ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമിക്കപ്പെടുന്നത് തുടരുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്രോൺ ഇന്ധന ടാങ്കർ തീപിടിച്ചതായും ഗൾഫ് സംസ്ഥാന സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം ആരംഭിച്ച ശേഷം കുവൈറ്റ് വിമാനത്താവളം നിരവധി തവണയാണ് ആക്രമണത്തിന് വിധേയമായത്.